ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 14-ാം ദിവസം. മനുഷ്യാത്മാവ് പരിശുദ്ധാരൂപിയുടെ ആലയം എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: ദൈവത്തിൻ്റെ വസതിയായ മനുഷ്യ, നിന്റെ മഹത്വം നീ ഓർക്കുക. പ്രവൃത്തി മൂലമാണോ വാക്കാലാണോ നീ ദൈവത്തെ സ്നേഹിക്കുന്നത്? പരിശുദ്ധാരൂപിയുടെ ആലയമായ നിന്റെ ശരീരത്തെ നീ ബഹുമാനിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവനും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും സകലത്തിനും ജീവൻ കൊടുക്കുന്നതിനുമായ റുഹാദ ഖുദ്ദൂസ് തമ്പുരാനെ, അങ്ങേ അടിയനായി എൻ്റെ ഹൃദയത്തിൽ നീ എഴുന്നള്ളി എന്നോടുകൂടി വാസം ചെയ്യുവാൻ തിരുമനസ്സായല്ലോ. പിതാവിനെയും പുത്രനെയും കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ അതിഥിയായി തീരുവാൻ കനിവായതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓ പരിശുദ്ധമേ, എൻ്റെ ഭാഗ്യമേ, എങ്ങനെ നിങ്ങളെ ഞാൻ ബഹുമാനിക്കേണ്ടു? ഇതാ സ്വർഗം തന്നെ ഞാൻ എന്നിൽ കാണുന്നു. ഞാൻ എത്രയോ ഭാഗ്യവാൻ! എന്നാൽ ഈ ഭാഗ്യത്തിൻ്റെ ഉറവയും കാരണവുമായ പരിശുദ്ധാരൂപിയെ, ഇത്ര വലിയ ദാനത്തിന് എന്നെ തന്നെ ഞാൻ പാത്രമല്ലാത്തവനാക്കി തീർത്തു. അതോർക്കുമ്പോൾ ഞാൻ എത്രയോ സങ്കടപ്പെടുന്നു. പൊടിയും ചാമ്പലുമായ എന്നെ നീ കടാക്ഷിച്ചു. നിന്റെ സ്നേഹത്തിന്റെ നിക്ഷേപത്തെ നീ എന്നെ സ്ഥാപിച്ചു. എന്നാൽ ഞാനോ അതിന് വകവയ്ക്കാതെ ലോകത്തെ സ്നേഹിച്ചു. നിന്റെ തിരുവചനങ്ങളെ കേൾക്കാതെയും നിന്റെ കൽപ്പനകളെ കാക്കാതെയും ഞാൻ ജീവിച്ചു. നിന്റെ പരിശുദ്ധാലയമായ ശരീരത്തെ എത്ര പ്രാവശ്യം ഏതെല്ലാം വിധത്തിൽ അശുദ്ധമാക്കി. കരുണ നിറഞ്ഞവനെ, എന്നെ കൈവിടരുതേ എന്ന് ഏറ്റവും വിനയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ പിതാവേ, നിന്റെ തിരുമുമ്പാകെ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാരൂപിയെ എന്നിൽ നിന്നും എടുത്തു കളയുമരുതേ. മേലാൽ നിന്റെ പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ അങ്ങേ സ്നേഹിച്ചു കൊള്ളാമെന്നും പ്രവൃത്തി മൂലം സ്നേഹത്തെ വെളിപ്പെടുത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യുന്നു. മരണപര്യന്തം ഈ നിശ്ചയത്തിൽ നിലനിന്നുകൊണ്ട് നീ എന്നിലും ഞാൻ നിന്നിലുമായി ജീവിപ്പാനുള്ള ഭാഗ്യം അനുഗ്രഹത്തിന്റെ ദൈവമായ റൂഹായെ അങ്ങ് എനിക്ക് തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: മേലാൽ എല്ലാ കാര്യങ്ങളിലും ദൈവതിരുമനസ്സിനോട് പൂർണ്ണ യോജിപ്പുള്ളവനായി ജീവിച്ചു കൊള്ളാം. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.